നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതാവും നല്ലത്. നീ എങ്ങനെയുള്ള ഡീൽ ആഗ്രഹിക്കുന്നേ? ഇത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഹെർക്കുലീസ്. ആദ്യം ഉരുട്ടി കയറ്റി വെച്ചിരിക്കുന്ന പണ്ണെടുത്ത് കാളായി. കുട്ടികളെ, നിങ്ങൾ ഓട്ടോമസിനെയും ഹെർക്കുലീസിനെയും പരിചയപ്പെടൂ. ഹലോ. ഹായ്. എങ്ങനെയുണ്ട് മോനെ? ഇതെന്താ മൗണ്ട് ഒളിമ്പസിലെ എല്ലാ ദൈവങ്ങളും ഈ സ്കൂളിൽ? ഇവിടെയാകുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഞങ്ങൾക്ക് നിരീക്ഷിക്കുവാനും സാധിക്കും. ക്രോണസിന്റെ കൈകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനും. ക്രോണസ്? കഴിഞ്ഞ 4000 വർഷങ്ങളായി ക്രോണസ് ഭൂമിക്കടിയിൽ തടവിലായിരുന്നു. പുതുവർഷത്തിൽ കാണപ്പെട്ട നക്ഷത്രങ്ങളുടെ ആ നിരയിൽ നിന്നുണ്ടായ കോസ്മിക് എനർജി കാരണം അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്റെ വീട്ടിലെ ക്ലോക്ക് പാത്രത്തിൽ നിന്നായിരുന്നു. ഒരു നിമിഷത്തേക്ക് ക്രോണസിന് നന്ദി, സമയം നിശ്ചലമാക്കിയതിന്. അവനും അവന്റെ ചാൻസിനും ആ സമയം തന്നെ ധാരാളം. അതുകൊണ്ട് അത് നമ്മളായിട്ട് എന്താ ബന്ധം? നിങ്ങൾ അവനെ തടയണം. അവൻ എന്തിൽ നിന്നാ തടയണ്ടേ? ലോകം നശിപ്പിക്കുന്നതിൽ നിന്ന്. ക്രോണസ് ആയിരുന്നു ഈ ഭൂമി ഭരിച്ചുകൊണ്ടിരുന്നത്. അവൻ ദൈവങ്ങളുടെയും ചിരഞ്ജീവികളുടെയും രാജാവായിരുന്നു. എന്നാൽ അവനൊരു നല്ല ഭരണാധികാരി ആയിരുന്നില്ല. ഇത്രയും കാലങ്ങൾക്ക് ശേഷവും അവന് വീണ്ടും ഈ ലോകം ഭരിക്കണമെന്നാണ് ആഗ്രഹം. നമ്മൾ ഭൂമിയെ രക്ഷിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് തന്നെ. ഇത് നിങ്ങളുടെ വിധിയാണ്. ഓറക്കൾ അത് കണ്ടായിരുന്നു. നിങ്ങളാണ് പുതിയ തലമുറയിലെ ഹീറോസിനെ പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങളുടെ പൂർവികരാണ് ജെയ്സൺ, ഓട്മസ്, അതുപോലെ ഹെർക്കുലീസും. ഞാൻ നിങ്ങളുടെ പിൻഗാമിയൊന്നു. ഞാൻ നിന്റെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ മുത്തച്ഛൻ അല്ല, മുത്തച്ഛന്റെ മുത്തച്ഛന്റെ മുത്തച്ഛൻ 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 ആണ്. മനസ്സിലായോ മോനെ? എന്ത് സുന്ദരമാണ് ഈ രാത്രി. ഈ അന്തരീക്ഷം ഭയവും സംശയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു പ്രശ്നമാണല്ലോ. ഇത് കൊള്ളാം. ആർക്കും അത്രയും വെച്ചെടുക്കാൻ പറ്റില്ല. ഇത് വളരെ എളുപ്പമാണ്. ഇനി നിന്റെ ഊഴം. ഓക്കെ അറ്റ്ലാന്റ, വേഗത്തിൽ. ഇത്രയും തടസ്സങ്ങൾ വരാൻ നിൽക്കേണ്ട നേരത്തെ പറയായിരുന്നില്ല. പോപ്കിസ് നന്നായി ചെയ്തു അറ്റ്ലാന്റ. ഇറ്റ് വാസ് വെരി ഇംപ്രസീവ്. എനിക്കിതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നീ ഇവരുടെ ലീഡറാണ് ജയ്. ഇവരുടെ വിധി നിന്റെ കൈകളിലാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെയും. ഇത് കുറച്ച് കൂടിപ്പോയി. ഒരു രാത്രി കൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കാൻ പാടായിരിക്കും ജയ്. നിങ്ങൾ ആദ്യം റെസ്റ്റ് എടുക്കൂ. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ കാര്യമോ? എന്റെ ബന്ധുക്കൾ ആശങ്കപ്പെടില്ല ഞാൻ എവിടെയാണെന്ന്? അതോർത്ത് നീ പേടിക്കണ്ട. അതെല്ലാം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ജയ് ഇപ്പോൾ? അതെ, ആസ്ട്രോണോട്ട് തന്നെ അവനൊരു തീവ്രമായ ട്രെയിനിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കുറച്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെ സ്പേസ് സ്റ്റേഷനിൽ കാണാം, സുനിത വില്യംസിന്റെ കൂടെ. നിങ്ങൾക്ക് അവനോർത്ത് അഭിമാനിക്കാം. എന്താ ഇത്? എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന്. അവർ കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ ഹീറോ അല്ല. അതെനിക്ക് അറിയില്ല ജയ്, പക്ഷെ നീയാണെന്ന് തന്നെ മോൺസ്റ്ററിൽ നിന്ന് രക്ഷിച്ചത്. അതെ, അത് പക്ഷേ ആ ഒരു സമയത്ത് ദേ നോക്ക്, നിങ്ങൾക്കറിയാം നിങ്ങൾ ആരൊക്കെയാണെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. നീ നല്ല ഫാസ്റ്റ് ആണ്, അതുകൊണ്ട് നിനക്ക് ഹണ്ടേൻ അറിയാം. ഹാരി, നീ ശക്തനാണ്. ഞാനൊന്നുമല്ല. ഹേയ്, നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തല്ലേ? അവർക്കൊരു ധാരണ ഉണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന്. ഇതാണ് ഡോർമിറ്റോറി. നമ്മളെ സംരക്ഷിക്കാൻ പോകുന്ന ഈ അധീന ആരായിരിക്കും? അവർ യുദ്ധത്തിന്റെ ദേവതയാണ്. ആ സത്യത്തിൽ? അല്ലേ, ഈ കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എൻ്റെ അമ്മ ഗ്രീക്കാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളിപ്പം പോ. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. പിന്നീട് നമുക്ക് കാണാം. രാത്രിയാവും വരെ കാത്തിരിക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ റിലീസ് ചെയ്യാം. ശ്രദ്ധ ആകർഷിക്കാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനിക്കൂ എൻ്റെ അസുര സുഹൃത്തെ. നമ്മുടെ ഡീൽ ഓർമ്മയുണ്ടല്ലോ. പേടിത്തൊണ്ടൻ, അവനെ വിട്ടേക്കൂ. മീക്കിന് ഭൂമിയിൽ വസിക്കാനാകില്ല.
താങ്ക്സ്, കണ്ടിട്ട് കൊള്ളാലോ. യോ വെൽക്കം. നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തന്നതുകൊണ്ട് എന്റെ സമയം പോയി തരുന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ വിചാരിച്ചു നിങ്ങൾ യുദ്ധത്തിന്റെ ദേവതയാണെന്ന്. നിങ്ങളിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാണല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ച് റൂഡായിരിക്കും. Don't be silly. ഞാൻ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തന്നേ ഉള്ളൂ. വേറെന്തെങ്കിലും വേണോ? വേണ്ട, മതി. അല്ല, ജയ് പറഞ്ഞു അവൻ എങ്ങോട്ടാ പോയെന്ന്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നോക്കൂ. നന്ദിയുണ്ട് മോനെ, നീ വളരെ ധൈര്യശാലിയാണ്. ഇത്രയും പെട്ടെന്ന് വന്നോ? എന്താ, അവൻ ഇവിടെ ഉണ്ടോ? നിനക്കൂട്ട് പറ്റും ചെയ്യ്. ഇവിടെ കുറച്ച് ജൈൻസും പിന്നെ പ്രാന്തൻ ഇമ്മോർട്ടൽ ഗോഡേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇന്ന് പറ്റുമെന്ന്. ജയ്, വീണ്ടും കണ്ടതിൽ സന്തോഷം. അതിന് നിന്നെക്കുറിച്ച് ഓർത്ത് വ്യാകുലയായിരുന്നു. ഗുഡ് ബൈ പറയാനാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. അകത്തേക്ക് വരൂ. മോലേടി ജെ, ഞാനൊരു ബാഡ് ന്യൂസുമായിട്ടാ വന്നേ. അതിന് ഞാൻ ചാകണം? അയ്യോ, ഞാൻ ചാവില്ലല്ലോ. ഞാനാണ് ദൂതൻ. ഞാനാണ് ഇവിടെ എല്ലാം ന്യൂസ് എത്തിക്കേണ്ടത്, അല്ല നീ അല്ല. എന്താണത്? ടൈമസ് രക്ഷപ്പെട്ടു. ഇല്ല, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. സത്യം എന്തെന്ന് വച്ചാൽ അവനെ വിട്ടയച്ചത് ക്രോണസ് ആണ്. അതെന്താ ഈ ടൈഫസ്? കൈറോ എന്നോട് ചോദിക്കൂ, അവനാണ് രാക്ഷസന്മാരെ കുറിച്ച് അറിയാവുന്നത്. ഇപ്രാവശ്യത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിട്ടു. ചുമ്മാ പറഞ്ഞതാണേ. ജയ്, നീ ഇവിടെ വന്നോ? ഇല്ല, ഞാൻ പോകുന്നു. നീ പറഞ്ഞ ശരിയാണ് ലാഞ്ച, ഇതൊരു ഭ്രാന്തമായ സ്വപ്നമാണ്. ഇവനെന്തായി പറ്റിയേ? ജയ്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നിനക്കറിയോ, ഞാൻ ക്രോണസിനെ കണ്ടു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. വൗ, നീ അവനെ കണ്ടുപിടിച്ചല്ലോ. ഞാൻ പേടിച്ചു പോയി ഹെറി. നമുക്ക് അവനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവന്റെ മുമ്പിൽ കുട്ടികളാണ്. എനിക്ക് പറ്റില്ല. എനിക്കറിയില്ല, അവൻ പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എനിക്കും. നിനക്ക് ഗ്രീക്ക് പുരാണം നന്നായിട്ട് അറിയാവുന്നതല്ലേ? ആരാണ് ഈ ജെയ്സൺ? നിന്റെ പൂർവികനാണോ? അയാൾ എന്താ ചെയ്തേ? അദ്ദേഹം ആർഗണോട്സിന്റെ ലീഡർ, അതും സ്വർണ്ണ അന്വേഷണത്തിന് കപ്പലിൽ കയറിയ വീരന്മാരുടെ സംഘത്തിന്റെ. പക്ഷെ അയാൾ പിന്മാറിയല്ലേ? ഇല്ല, പിന്മാറിയില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ക്രോണസിന് എന്തുകൊണ്ടാണ് ഭൂമി നശിപ്പിക്കണമെന്ന്. എനിക്കിത് കണ്ടില്ലെന്ന് വെക്കാൻ സാധിക്കില്ല. നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ വന്നാലും ഇല്ല, ഈ വരി പോവാം. നമുക്ക് കുറെ കാര്യങ്ങൾ തപ്പിയെടുക്കാനുണ്ട്. കണ്ടിട്ട് തോന്നുന്നു അവർ പോയെന്ന്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടൈറ്റൻസ് ആ കപ്പലിലുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നീ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത്രയും വലിയ തീ തുപ്പുന്ന രാക്ഷസനെ നമ്മുടെ കണ്ണിൽ പെടാതിരിക്കില്ലല്ലോ. ഇല്ല, എന്തായാലും പെടും. വാ, നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, നമ്മളിപ്പോൾ ആ രാക്ഷസിനെ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? അതെ, നമ്മുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള ആയുധങ്ങളും ഇല്ല. നമ്മുടെ കൂടെ ഹെറി ഇല്ലേ? ഇവനാണ് ആയുധം. അതോർത്ത് ടെൻഷൻ ആവണ്ട, നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതവിടെ ഉണ്ടെങ്കിൽ ഹെറി അടുത്ത് ചോദിച്ചാൽ നമുക്ക് സഹായം ചോദിക്കാം. കണ്ടിച്ചതിലൂടെ എന്തോ പോയിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ വൈകിപ്പോയി ഗൈസ്. തീരെ വൈകിട്ടില്ല. കണ്ടിട്ട് തോന്നുന്നു നീ നിന്റെ ഫ്രണ്ടിനെ പരിചയപ്പെട്ടെന്ന്. പക്ഷേ നന്നായിട്ട് പരിചയപ്പെട്ടില്ല അല്ലേ ജയ്? നിന്റെ ഓട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഒരു കാലത്തും തിരിച്ചു വരില്ലെന്ന്. പക്ഷേ നീ വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷെ ഞാൻ എന്തോ കേട്ടായിരുന്നു, നീയും നിന്റെ ഫ്രണ്ട്സും കൂടി എന്നെ തടയുമെന്നോ അങ്ങനെ എന്തോ. എനിക്കതിനെ കുറിച്ചാണ് നിന്റെ അടുത്ത് സംസാരിക്കേണ്ടത്. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണമെന്നില്ല. ബാക്കിയുള്ളവരും കൂടെ ഇവിടെ. നിങ്ങൾ 7 ഹീറോസ് അല്ലേ ഉള്ളത്? ഒരാൾക്കെതിരെ 3 പേർ. അത് നമുക്കൊരു പ്രശ്നമേ അല്ല. ആ, എനിക്കതിലോ ഒരു പ്രശ്നമില്ല. ഓ, എനിക്ക് തോന്നുന്നു അത് പ്രശ്നമല്ലെന്ന്. പക്ഷെ ഞാനാണ് കേവൻ. പാവം കുട്ടികൾ, അതാ ഇപ്പൊ നന്നായി.
ഗൈസ് എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഹാരി, ആ ലോക്ക്, ആ ഹാച്ച് ഓപ്പൺ ചെയ്യ്. അതിനെ എവിടെ നിന്ന് കളാ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ സാവധാനം പറഞ്ഞത് കേൾക്കുമെന്ന്? എന്താ ചെയ്യും? നിന്നെ കണ്ടിട്ട് പേടിച്ചതുപോലെ ഉണ്ടല്ലോ. നീ വീണ്ടും പേടിച്ചോടുമോ? ഞാൻ നിന്നെ പേടിക്കുന്നില്ല ക്രോണസ്. പക്ഷെ എനിക്ക് തോന്നുന്നു നീ ഒരാക്കളുടെ പ്രവചനത്തിനെ പേടിക്കുന്നുവെന്ന്. മണ്ടന്മാരാണ് വിധി ഓർത്ത് ഭയപ്പെടുന്നത് ജയ്. ഞാൻ വർഷങ്ങളായി തടവിൽ ബന്ധിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവനാണ്. പക്ഷെ ഇപ്പോൾ നോക്കൂ. ഹേയ് നീ കുറെ സംസാരിച്ചല്ലോ അല്ലേ? തീ തുപ്പുന്നത് മാത്രമല്ല, കാലിന് പകരം പാമ്പുകൾ. എന്തൊക്കെയാ നടക്കുന്നത്? ജയ് എവിടെയാണ്? തീയല്ലേ തുപ്പുന്നേ? ഇത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. നിന്നെ സ്വതന്ത്രനാക്കിയ കാര്യം മറക്കരുത്. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.